ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷന്റെ KCB മസ്തൂറിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ KCB മസ്തൂറിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നിരിക്കുകയാണ്. എന്റെ കുട്ടികളെല്ലാം തന്നെ പഠിക്കാനായി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ I+ ട്രെയിനിങ് സൊല്യൂഷന്റെ ഭാഗമായി ഇത്തവണ KCB മസ്തൂറിന്റെ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് മഹേഷ് ബാബു. മകളെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെല്ലാം തയ്യാറായിരിക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ക്ലാസ് ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. മകളെ, നമുക്കറിയാം സ്വാഭാവികമായിട്ടും മസ്തൂറിന്റെ ക്ലാസ് തുടങ്ങുമ്പോൾ പല സിലബസുകളുടെ മൊത്തം 10 മോഡ്യൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആദ്യം ഞാൻ കൈകാര്യം ചെയ്യുന്നത് പവർ ജനറേഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, മഹേഷ് സാറേ, താങ്കൾ എന്തിനാണ് ഈ പവർ ജനറേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക് ആദ്യം കൈകാര്യം ചെയ്യുന്നത്? മക്കളെ, വേറൊന്നും കൊണ്ടല്ല. നമുക്കറിയാം എനർജി അല്ലെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു ലോകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ആദ്യം ഇലക്ട്രിസിറ്റി എങ്ങനെ ജനറേറ്റ് ചെയ്യണം, ഇലക്ട്രിസിറ്റിയുടെ ബേസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മൾ പറയുന്ന സിലബസിലുള്ള ഓംസ് ലോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഏറ്റവും അടിസ്ഥാനം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പവർ ജനറേഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്ക് പഠിക്കാനായി ശ്രമിക്കുക. ഞാൻ അപ്പൊ ഇന്ന് കൈകാര്യം ചെയ്യുന്നത് മോഡ്യൂൾ 9 പവർ ജനറേഷൻ, 10 മാർക്ക്. മക്കളെ, ഇതിനകത്ത് നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളത് ജനറേഷൻ ഓഫ് സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്പ് ഓഫ് പവർ ജനറേഷൻ. ഓക്കെ എന്നോ? അപ്പം നമുക്ക് തുടങ്ങാം. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. മക്കളെ, ആദ്യം ഞാൻ പറയുന്നത് എനർജി. എന്റെ പൊന്നു മക്കളെ, സ്കൂളാകട്ടെ, കോളേജ് ആകട്ടെ, ഇൻഡസ്ട്രി ആകട്ടെ, ഫാക്ടറി ആകട്ടെ, എന്തിനാ ഞാൻ പഠിപ്പിക്കുന്ന ഈ സ്റ്റുഡിയോ പോലും വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. ആ ലൈറ്റ് കത്തണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിക്കൽ എനർജി വേണം. ഈ ബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിസിറ്റി വേണം. എന്തിനാ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കണമെങ്കിൽ, എന്റെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ പോലും എന്ത് വേണം? ഒരു നേരിയ എനർജി വേണം. ആ മക്കളെ, അപ്പൊ ആദ്യം നമ്മൾ പറയുന്ന എനർജി, ഞാനൊരു കാര്യം പറയുകയാണ്, നല്ല വ്യക്തമായി ബേസ് ക്ലാസ് ഉൾപ്പെടെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. വേണേ പവർ ജനറേഷൻ എനിക്ക് തുടങ്ങാമായിരുന്നു, പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ എന്നോ? ശരി, അപ്പൊ തുടങ്ങാൻ പോവുകയാണ്. എനർജി ആണല്ലോ. അപ്പൊ ഊർജ്ജം എന്ന് പച്ച മലയാളത്തിൽ പറയും. എന്താ എനർജി? എനർജി ഈസ് ദ ബേസിക് നെസസിറ്റി ഫോർ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. മക്കളെ, ഊർജ്ജം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയൊരു ഘടകം തന്നെയാണ്. ഉദാഹരണം പറയാൻ, കൃഷി ആവശ്യത്തിന് എനർജി വേണം. ആ കൃഷിയാഗത്തിന് ജലസേചനം വേണം. ജലസേചനം നടക്കണമെങ്കിൽ മോട്ടോർ പ്രവർത്തിക്കണം, അല്ലെ ജനറേറ്റർ പ്രവർത്തിപ്പിക്കണം. അതിന് ഊർജ്ജം വേണം. അതിന്റെ കൂടെ തന്നെ ഒരു ഇൻഡസ്ട്രി ആവട്ടെ, വ്യവസായ സംരംഭങ്ങളാകട്ടെ, കൃഷിയാകട്ടെ, എന്തിനും എന്ത് വേണം? ഊർജ്ജം വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഗ്രോത്ത് ഓഫ് അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് എനർജി. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ, ഒരു രാജ്യത്തിന്റെ വികസനത്തിന് എനർജി എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത ഘടകം തന്നെയാണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത്, ദ എനർജി കൺസംഷൻ ഇൻ ദ വേൾഡ് ഹാസ് ബീൻ ഇൻക്രീസ് വെരി ഫാസ്റ്റ്. മോനെ, ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ എനർജിയുടെ അളവ് ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ? ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം പോലും പുതിയൊരു വീടിന്റെ പാലുകാച്ച് നടക്കുന്നു, പുതിയൊരു കട തുടങ്ങുന്നു, പുതിയൊരു ഇൻഡസ്ട്രി തുടങ്ങുന്നു, പുതിയൊരാൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങിക്കുന്നു. എനർജിയുടെ അളവ് എന്ത് ചെയ്യും? ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരികയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് എനർജി? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും 10 ക്വാളിഫിക്കേഷനും IT ലെവലാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ എടുത്ത വിഷയം കാര്യമായിട്ട് പഠിച്ചിരിക്കണം. വാട്ട് ഈസ് എനർജി? മോനെ, എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. എനർജി എന്ന് വെച്ചാൽ എന്താ? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ജോലി ചെയ്യാനുള്ള കഴിവ്. എനിക്ക് ഈ പെൻ എടുത്ത് എഴുതണം ആണോ? അതൊരു ജോലിയാ. ആ ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് എന്ത് വേണം? എനർജി. അപ്പൊ എനർജി എന്ന് വെച്ചാൽ എന്താ? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ അതിനെയാണ് എന്ത് പറയുന്നത്? എനർജി. ഇറ്റ് ഈസ് എനി പ്രോസസ് വേർ ദ ഫോഴ്സ് കോസ് ആൻ ഒബ്ജക്റ്റ് ഓർ ചേഞ്ച്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഫിസിക്സിന്റെ പുസ്തകത്തിനകത്ത് പഠിച്ചിട്ടുണ്ടോ? ഫോഴ്സ് എന്താ? ഒരു വസ്തുവിനെ അല്ലെങ്കിൽ മാറ്റാനോ, അതിന്റെ ചേഞ്ച്, ഷേപ്പ്, സൈസ്, വോളിയം, അതിനെയാണ് ഫോഴ്സ്, ബലം എന്ന് പറയുന്നത്. ആ ബലം പ്രയോഗിക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്, എനർജി cannot be created nor be destroyed. It's the principle is known as law of conservation of energy. വളരെ ഇമ്പോർട്ടന്റ് മക്കളെ. ഊർജ്ജ സംരക്ഷണ നിയമം എന്നവ മലയാളത്തിൽ നമ്മൾ പറയും. എന്താ law of conservation of energy? Energy can neither be created. മോനെ, ഊർജത്തെ നിർമ്മിക്കാൻ പറ്റില്ല. എനർജി cannot be destroyed. മോനെ, എനർജിയെ നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം one form to another. അപ്പൊ നിങ്ങൾ ചോദിക്കണം, മഹേഷ് സാറേ, ഇയാൾ എന്താ അത് പറഞ്ഞത്? ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞത്. ഊർജത്തെ നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. ഊർജത്തെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് സിമ്പിൾ ആയിട്ട് പറയാം. മോനെ, ഇതൊരു ലൈറ്റ് ആണ്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തണ ഏത് എനർജിയാ കൊടുത്തത്? ഇലക്ട്രിക്കൽ എനർജിയാ. അത് ഏത് എനർജി ആയിട്ടാ മാറ്റിയത്? ലൈറ്റ് എനർജി ആയിട്ടാ. അവിടെ ഊർജം നിർമ്മിച്ചാണോ ലൈറ്റ്? അല്ല. ആ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറ്റിയതാ? ലൈറ്റ്.
ആണോ? ഞാനൊരു കാര്യം ചെയ്യുന്നു, ഞാനൊരു TV പ്രവർത്തിക്കുന്നു. ആ TV പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഏത് എനർജിയാണ് കൊടുത്തത്? ഇലക്ട്രിക്കൽ എനർജി. ആ ടിവിയുടെ ഔട്ട്പുട്ട് ഏതാ? സൗണ്ട് പ്ലസ് ലൈറ്റ് എനർജി. അവിടെ സൗണ്ടും ലൈറ്റും ഉണ്ടാക്കിയതാണോ? അല്ല, നമ്മൾ കൊടുത്ത ഇലക്ട്രിക്കൽ എനർജി അത് എന്തായിട്ട് മാറ്റിയതാ? സൗണ്ട് പ്ലസ് ലൈറ്റ്. ഉദാഹരണം, ഫാൻ പ്രവർത്തിക്കുന്നു. ഫാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ സ്വിച്ച് ഇട്ടപ്പോ എന്താ പോയത്? കറണ്ടാ പോയത്. ആ കറണ്ട് എന്തായിട്ടാ മാറിയ? മെക്കാനിക്കൽ എനർജി ആയിട്ട്. അവിടെ ഊർജം നിർമ്മിച്ചതാണോ? അല്ല. ഊർജം നശിപ്പിച്ചതാണോ? അല്ല. ഊർജം നിർമ്മിച്ചില്ല, നശിപ്പിച്ചില്ല. ആ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റപ്പെടുകയാണ് ചെയ്തത്. മോനെ, അപ്പൊ ഒന്നും കൂടെ പറയുകയാണ്, ഇവിടുന്ന് ഒരു മാർക്കിന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് എനർജി? എനർജി ഈസ് ദി എബിലിറ്റി ടു വർക്ക്. അങ്ങനെ അടുത്ത പോയിന്റ് എഴുതി വെച്ചോ. എനർജിയുടെ യൂണിറ്റ് ആണ് ജോൾ. എനർജിയുടെ യൂണിറ്റ് ആണ് ജോൾ. ഒരു മാർക്കിന് ചോദിച്ചിരിക്കും, എനർജിയുടെ യൂണിറ്റ് എന്താ മോനെ? ജോൾ എന്ന് പറയുന്നു. ഓക്കെ എന്നോ? ശരി. അപ്പൊ നിങ്ങൾ ചോദിക്കും, മഹേഷ് സാറേ ഇയാൾ എനർജിയെ കുറിച്ച് പറഞ്ഞു, മഹേഷ് സാറേ എനർജിയെ കുറിച്ച് പറഞ്ഞു. മോനെ, എനർജിയെ നമുക്ക് പലതായി തിരിക്കാൻ സാധിക്കും. എനർജിയെ ഊർജത്തെ പലതായി തിരിക്കാൻ സാധിക്കും. അപ്പൊ ആദ്യം ഞാൻ പറയുന്നു കൈനറ്റിക് എനർജി, രണ്ടാമത് പറയുന്നു പൊട്ടൻഷ്യൽ എനർജി, മൂന്നാമത് പറയുന്നു മെക്കാനിക്കൽ എനർജി, നാലാമത് പറയുന്നു തെർമൽ എനർജി, അഞ്ചാമത് പറയുന്നു കെമിക്കൽ എനർജി. ഓരോന്നും പറയാൻ പോവുകയാണ്. മക്കളെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചാ പറഞ്ഞേ? എനർജി. എനർജി എന്ന് വെച്ചാൽ എന്താ? എനർജി ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ഒരു ജോലി ചെയ്യാൻ ആവശ്യമായി ഇതിനെ പറയുന്ന പേരെന്താ? എനർജി. മോനെ, എനർജിയെ നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. എനർജിയെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു രൂപത്തിലുള്ള എനർജിയെ മറ്റൊരു രൂപത്തിലോട്ട് മാറ്റുവാനേ സാധിക്കൂ. ആ പ്രതിഭാസം, ആ ഫിനോമിന, ആ പ്രക്രിയ, അതിനെ പറയുന്ന പേരാണ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എഴുതി വെച്ചോ. അടുത്തൊരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം എന്താ പറയുന്നത്? ഊർജത്തെ നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. ഊർജത്തെ നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാനേ സാധ്യമാവുകയുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരി. അപ്പൊ എനർജിയെ പലതായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് നമ്മൾ പറഞ്ഞ കൈനറ്റിക് എനർജി. എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് കൂടെ പറഞ്ഞു പോകാം. ഞാൻ ആദ്യം ഒരു 4 ക്ലാസ് എടുക്കും. അതിനുശേഷം ഈ 4 ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്മൾ ഇഷ്ടം പോലെ വർക്ക് ചെയ്യും. ഓക്കെ എന്നോ? ശരി. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ഏതെന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി. സിമ്പിൾ ആയിട്ട് പറയടാ. മഹേഷ് സാർ ദാണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുക. മഹേഷ് സാർ ദാണ്ട് ഇപ്പൊ മുന്നോട്ട് നടന്നു. എനിക്കൊരു ചലനം ഉണ്ടായി. ആണോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗതികോർജം എന്ന് പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, മോനെ നോക്കി, ഈ പേന ഞാൻ കൈവിട്ടു, ആ പേന ചലിച്ചു, അവിടെ ഒരു ചലനം ഉണ്ടായി, അവിടെ ഒരു മോഷൻ ഉണ്ടായി. ആ മോഷൻ മൂലം കിട്ടിയ എനർജിയാണ് ഏതാ? കൈനറ്റിക് എനർജി. പഠിച്ചല്ലോ. ദ എനർജി ഈസ് ദ മോഷൻ. എനർജി ഈസ് ദ മോഷൻ. മോഷൻ എന്ന് വെച്ചാൽ എന്താ? ചലനം. ഇത് മൂവിംഗ് ആസ് എ കൈനറ്റിക് എനർജി. ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞു തന്നു. എന്താ കൈനറ്റിക് എനർജി? ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം കിട്ടുന്ന എനർജി കൈനറ്റിക് എനർജി ആണോ? ഓടുന്ന വണ്ടി കൈനറ്റിക് എനർജി, ഓടുന്ന ട്രെയിൻ കൈനറ്റിക് എനർജി, കറങ്ങുന്ന ഫാൻ കൈനറ്റിക് എനർജി, മഹേഷ് ബാബു ഇപ്പൊ ചലിക്കുന്നു കൈനറ്റിക് എനർജി, പച്ച അല്ലെങ്കിൽ മണ്ടയിലോടുന്ന തേങ്ങ താഴോട്ട് വീഴുന്നു കൈനറ്റിക് എനർജി, താഴോട്ട് ഒഴുകുന്ന വെള്ളം കൈനറ്റിക് എനർജി ആന്ന് മോനെ. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു വാഹനം ഓടുന്നു, ആ വസ്തുവിന് ഏത് എനർജിയാ? ഓപ്ഷൻ എ കൈനറ്റിക് എനർജി, ഓപ്ഷൻ ബി കെമിക്കൽ എനർജി, ഓപ്ഷൻ സി മെക്കാനിക്കൽ എനർജി. കണ്ണും പൂട്ടി എഴുതിക്കണം അതേതാ? കൈനറ്റിക് എനർജി. ഓക്കെ ആണോ? അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ശരി, ഇനി അടുത്തെയാണ് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. മോനെ മഹേഷ് സാറിനെ നോക്കിയേ. ഇപ്പൊ മഹേഷ് സാർ ഒരു കാര്യം ചെയ്യുന്നു, താണ്ട് ഇങ്ങനെ നിൽക്കുക, എനിക്കൊരു ചലനമില്ല, താണ്ട് അവിടെ ഒരു ടേബിളാ, അവിടെ വെറുതെ വെച്ചിരിക്കുക. മോനെ, ഈ പേന അവിടെ വെച്ചിരിക്കുക. ഒരു വസ്തുവിന് അതിന്റെ സ്ഥാനം മൂലം കിട്ടുന്ന, ഒന്നും കൂടെ പറയുകയാണ്, പൊസിഷൻ. ഒരു വസ്തുവിന് അതിന്റെ പൊസിഷൻ മുഖേന കിട്ടുന്ന എനർജിയെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. സ്ഥിതികോർജം എന്ന് പച്ച മലയാളത്തിൽ പറയും. ആന്ന് മോനെ, തന്നെ നോക്കിയ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, മഹേഷ് സാർ ഇപ്പൊ ഇവിടെ നിൽക്കുന്നു, ഏത് എനർജിയാ? പൊട്ടൻഷ്യൽ. ഈ ബോർഡ് ഇപ്പൊ ഇവിടെ വെച്ചേക്കുന്നു, പൊട്ടൻഷ്യൽ. ഈ കസേര ഇവിടെ ഇരിക്കുന്നു, പൊട്ടൻഷ്യൽ. തെങ്ങിന്റെ മണ്ടയിലുള്ള തേങ്ങ, പൊട്ടൻഷ്യൽ. വാട്ടർ ടാങ്കിലുള്ള വെള്ളം, പൊട്ടൻഷ്യൽ. ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, പൊട്ടൻഷ്യൽ. അതാ പറഞ്ഞേ, ഒരു വസ്തുവിന് അതിന്റെ പൊസിഷൻ മുഖേന കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. നോക്കിയേ, the stored energy based on the object position. മറ്റേതേതാ? മോഷൻ. എന്റെ പൊന്നുമക്കളെ, ഞാൻ ഈ പറയുന്ന ഓരോ വാക്കിലും ഓരോ ക്വസ്റ്റ്യൻ തരും. ആണോ? ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു തവണ ചോദിച്ചാ, ഒരു ലൈനല്ല വയർമെന്റ് ഇതിന് പരീക്ഷയ്ക്ക് ചോദിച്ചാ, ഒരു ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഏത് എനർജി? ഡാമിൽ കെട്ടിക്കിടക്കുന്നത് ഏതാ? പൊട്ടൻഷ്യൽ. ഡാമിൽ നിന്ന് പെൻ സ്റ്റോക്ക് പൈപ്പ് വഴി താഴോട്ട് ഒഴുകുന്ന വെള്ളം
ഒഴുകുക എന്ന് പറയുമ്പോൾ അത് മോഷൻ അല്ലേ മോനെ? അപ്പൊ അത് ഏത് എനർജിയാ? കൈനറ്റിക്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? എനർജി. എനർജി ഇപ്പൊ എത്ര ആയിട്ടുണ്ട്? 2. ഒന്ന് ഏതാ? കൈനറ്റിക്. കൈനറ്റിക് എനർജി എന്ന് വെച്ചാ മോഷൻ. അടുത്ത ഏതാ പറഞ്ഞേ? പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? അതിന്റെ സ്ഥാനം മുഖേന കിട്ടുന്ന എനർജി. ശരി, ഇനി അടുത്താണ് പറയുന്നത് മെക്കാനിക്കൽ എനർജി. മോനെ ശ്രദ്ധിക്കണം, മലയാളം മീഡിയം യാന്ത്രികോർജ്ജം എന്ന് പറയും, മലയാളത്തിൽ പറയുകയാണ് യാന്ത്രികോർജ്ജം എന്ന്. മോനെ മഹേഷ് സാറിന്റെ കൂടെ പോണേ, ഇവിടെ വെച്ച് തന്നെ പഠിക്കണേ. ഞാൻ ആദ്യം പറഞ്ഞ ഏതാ? പൊട്ടൻഷ്യൽ എനർജി. പിന്നെ പറഞ്ഞ ഏതാ? കൈനറ്റിക് എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ആകെത്തുക. അതിനകത്ത് പൊട്ടൻഷ്യലും വരുന്നുണ്ട്, കൈനറ്റിക്കും വരുന്നുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജ്ജം എന്ന് വെച്ചാൽ എന്ന് വെച്ചേണ്ട ആകത്തുക. ആരുടെയൊക്കെ? പൊട്ടൻഷ്യൽ എനർജിയുടെ, കൈനറ്റിക്. മഹേഷ് സാർ ഒരു കാര്യം ചെയ്ത് ചുറ്റിക എടുത്ത് എന്റെ കൈ നോക്കണേ. ചുറ്റിക എടുത്ത് ഇങ്ങനെയല്ലേ നമ്മൾ അടിക്കുന്നേ? കുറച്ചു നേരം അനക്കാതെ വെച്ചു, അപ്പൊ അതേതാ? പൊട്ടൻഷ്യൽ. ആണി അടിച്ചു, അപ്പൊ അതേതാ? കൈനറ്റിക്. ഈ ചുറ്റിക വെച്ച് അടിച്ചപ്പോൾ അതിനകത്ത് പൊട്ടൻഷ്യലും വന്നു, കൈനറ്റിക്കും വന്നു. അപ്പൊ രണ്ടും കൂടെ കൂടി ചേർന്നു. അപ്പൊ അതിനെ പറയുന്ന പേരെന്താ? മെക്കാനിക്കൽ എനർജി. മോനെ നോക്കിടാ, ദിസ് ഈസ് ദ സം. മോനെ സം എന്ന് വെച്ചാൽ എന്താ? ആകത്തുക, കൂടിച്ചേരൽ, രണ്ടും കൂടെ ചേരുന്ന അവസ്ഥ. ദ സം ഓഫ് ദ ഒബ്ജക്ട് മൂവ്മെന്റ് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് എക്സാമ്പിൾ. ഞാൻ പറഞ്ഞു തന്നെ, സമ്മാണ് ആരുടെയൊക്കെ? പൊട്ടൻഷ്യൽ എനർജിയുടെ, കൈനറ്റിക്. ഇവര് പറഞ്ഞേക്കുന്നത് മൂവ്മെന്റ് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഏതായിരിക്കും? പൊട്ടൻഷ്യൽ ആയിരിക്കും. മോഷൻ എന്ന് പറയുമ്പോൾ അത് ഏതായിരിക്കും? അത് കൈനറ്റിക് ആയിരിക്കും. ഓക്കെ എന്നോ? ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എ ലിറ്ററലി ഹാമർ. ഹാമർ എന്ന് വെച്ചാൽ എന്താ മോനെ? ചുറ്റിക. ഹാമർ ബീറ്റ് സ്വിംഗ് ഇസ് എ പൊട്ടൻഷ്യൽ എനർജി ബിക്കോസ് ഓഫ് ഹൈറ്റ് ആൻഡ് കൈനറ്റിക്. നാം നേരത്തെ പറഞ്ഞു തന്നെ, ഒരു ഹാമർ എടുത്ത ആ ഒരു ആണി അടിക്കുന്ന സമയത്ത് ആദ്യ അവസ്ഥയിൽ അതിന് എന്ത് വരുന്നുണ്ട്? പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. മൂവ് ചെയ്യുമ്പോൾ അത് എന്ത് വരുന്നുണ്ട്? കൈനറ്റിക് വരുന്നുണ്ട്. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് അത് പറയാൻ സാധിക്കുന്നത് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. മോനെ ഇത്രയും പറഞ്ഞു പഠിച്ചേ ക്ലാസ്സിൽ ഇരിക്കുന്ന ഉപകാരം ചെയ്യണം. നമ്മൾ ആദ്യം എന്താ പറഞ്ഞേ? എനർജി. എന്താ എനർജി? എനർജി ഇസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ജോലി ചെയ്യാനുള്ള കഴിവിനെ പറയുന്നത് എന്താ? എനർജി. എനർജിയുടെ യൂണിറ്റ് ഏതാ? ജൂള്. എനർജിയുടെ യൂണിറ്റ് ഏതാ? ജൂള്. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ലോ പഠിച്ചേതാ? ലായോ കൺസർവേഷൻ ഓഫ് എനർജി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ കൂടെ പറഞ്ഞു പഠിക്കണം. ലായോ കൺസർവേഷൻ ഓഫ് എനർജി. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, നിർമ്മിക്കാൻ പറ്റത്തില്ല. നോർ ബി ഡിസ്ട്രോയിഡ്, നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. അത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണോ? ശരി, അവിടെ തന്നെ 4 ക്വസ്റ്റ്യനായി. ഇനി അടുത്ത എനർജി പലതരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമതേതാ? കൈനറ്റിക്. മോനെ ഒന്ന് സഹായിച്ചേ, എന്താ കൈനറ്റിക്ക? ഒരു വസ്തുവിന്റെ ചലനം മൂലം കിട്ടുന്ന എനർജി ഏതാ? കൈനറ്റിക്ക. മോഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി ഏതാ? കൈനറ്റിക്ക. ഓടുന്ന വണ്ടി ഏതാ? കൈനറ്റിക് എനർജി. ഓടുന്ന ബസ് ഏതാ? കൈനറ്റിക് എനർജി. മഹേഷ് സാർ ഓടുന്നു ഏതാ? കൈനറ്റിക് എനർജി. വെള്ളം താപ്പോട്ട് ഒഴുകുന്നു ഏതാ? കൈനറ്റിക് എനർജി. മഴ താപ്പോട്ട് പെയ്യുന്നു ഏതാ? കൈനറ്റിക് എനർജി. അടുത്ത പറഞ്ഞ പൊട്ടൻഷ്യൽ. എന്താ പൊട്ടൻഷ്യൽ മോനെ? ആ വസ്തുവിന്റെ പൊസിഷൻ. മറ്റേത് മോഷൻ, ഇതേതാ? പൊസിഷൻ. ഓക്കെ എന്നോ? ഇതേതാ? പൊസിഷൻ. സ്ഥാനം മുഖേന തെങ്ങിന്റെ മണ്ടയിലുള്ള തേങ്ങ ചലിക്കാൻ നിൽക്കുക, അത് ഏതാ? പൊട്ടൻഷ്യൽ എനർജി. ടേബിൾ കിടക്കുന്ന ഏതാ? പൊട്ടൻഷ്യൽ എനർജി. വാട്ടർ ടാങ്കിന്റെ മണ്ട കെട്ടിക്കിടക്കുന്ന വെള്ളം പൊട്ടൻഷ്യൽ എനർജി. ഡാമിലുള്ള വെള്ളം പൊട്ടൻഷ്യൽ എനർജി. വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു പൊട്ടൻഷ്യൽ എനർജി. അതിനുശേഷം നമ്മൾ പറഞ്ഞ മെക്കാനിക്കൽ എനർജി. എന്റെ പൊന്നുമോനെ, മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ എന്താ? പേടിക്കേണ്ട, ഇത്രയും സമ്മ ആണല്ലോ. സംബന്ധം വെച്ച് എന്താ? രണ്ടിന്റെയും ചേർന്നൊരു അനുപാതം ആണോ? ഏതിന്റെയൊക്കെയാ? പൊട്ടൻഷ്യലും കൈനറ്റിക് എനർജിയും കൂടെ സമ്മിനെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. പോലെ ഇനി അടുത്താണ് പറയുന്നത് ഹീറ്റ് എനർജി, തെർമൽ എനർജി എന്നും പറയാം ആണല്ലോ. ഇപ്പം 4ാമത്തെ എനർജിയാ പറയാൻ പോകുന്നത്. അപ്പൊ 4ാമത്തെ എനർജിയാണ് ഹീറ്റ് എനർജി. ആദ്യം ഞാൻ ഒന്ന് വായിച്ചു തരാം. ദിസ് കംസ് ഫ്രം മൈക്രോസ്കോപ്പിക് വൈബ്രേഷൻ ഓഫ് ആറ്റം ആൻഡ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് എടുക്കുമെന്ന് നിങ്ങൾക്കറിയാം, മറ്റേ എന്തൊക്കെയുണ്ട്? ആറ്റവും ഉണ്ട്, മോളിക്യൂളും ഉണ്ട് ആണല്ലോ മോനെ. മോനെ ഈ ഒരു സംഭവം എടുക്കുന്ന ഇതിനകത്ത് ആറ്റവും ഉണ്ട്, മോളിക്യൂളും ഉണ്ടെന്ന് വിചാരിക്കുക ആണല്ലോ. ഈ ആറ്റത്തിന്റെയും മോളിക്യൂളിന്റെയും ചലനം മൂലം, ഒന്നും കൂടെ പറയാ, ഒരു സബ്സ്റ്റൻസ്, ഒരു പദാർത്ഥം എടുത്താൽ ആ പദാർത്ഥത്തിനുള്ളിൽ ആറ്റവും ഉണ്ട്, മോളിക്യൂളും ഉണ്ട്. ആ ആറ്റത്തിന്റെയും മോളിക്യൂളിന്റെയും ചലനം മുഖേന, എന്ത് മുഖേന? ചലനം മുഖേന ഉണ്ടാകുന്ന എനർജിയാണ് ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. ഇനിയിപ്പോ മനസ്സിലാവുകയും ദിസ് കംസ് ഫ്രം മൈക്രോ വൈബ്രേഷൻ. ഞാൻ ചലനം എന്നാ പറഞ്ഞേ, അവർ എന്താ പറഞ്ഞ? വൈബ്രേഷൻ എന്നാ പറഞ്ഞേ, ഒരു ചലനം ആണല്ലോ. ദ വൈബ്രേഷൻ ഓഫ് ആൻ ആറ്റം ആൻഡ് മോളിക്യൂൾ. ആരുടെയൊക്കെയാ? ആ ആറ്റത്തിന്റെയും അതിനുള്ള മോളിക്യൂളിന്റെയും വൈബ്രേഷന്റെ ഫലമായി, ചലനത്തിന്റെ ഫലമായി ഇതിന്റെ സബ്സ്റ്റൻസ്. ഏതിനാ? ഒരു പദാർത്ഥം. ഒന്നുകൂടെ പറയാം, ഒരു പദാർത്ഥം എടുക്കുകയാണ്. ആ പദാർത്ഥത്തിനകത്ത് ആറ്റമുണ്ട്, മോളിക്യൂളുണ്ട്. ആ ആറ്റത്തിന്റെ മോളിക്യൂളിന്റെയും എന്ത് മുഖേന? ചലനം, വൈബ്രേഷന്റെ ഫലമായി
ദിസ് പാസ്റ്റ് അതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? ഹീറ്റ് എനർജി. മോനെ ഞാനൊരു കാര്യം ചെയ്യാം, വെള്ളം ചെറുതായിട്ട് ചൂടാക്കി, വെള്ളം നല്ലോണം ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? ചൂട് കൂടത്തില്ലയോ? ചൂട് കൂടുകയെന്ന് വെച്ചാൽ എന്താ? ആ വെള്ളത്തിലുള്ള ആറ്റവും മോളിക്യൂൾസും കൂടുതൽ സ്ട്രോങ് ആയി വൈബ്രേറ്റ് ചെയ്യുന്നു എന്ന് അതിന്റെ അർത്ഥം. വെള്ളം തിളക്കത്തില്ലയോ? ശരി, ദ ഫാസ്റ്റർ ദേ മൂവ്, അത് നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ദ ഹോട്ടർ ദ ഒബ്ജക്ട് ആണോ? ആ സബ്സ്റ്റൻസിലുള്ള ആറ്റവും മോളിക്യൂളും നല്ല ശക്തിയായി വൈബ്രേറ്റ് ചെയ്താൽ അതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. ഓക്കെ എന്നോ? മോനെ പക്ക സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു വസ്തു എന്ന് പറയുമ്പോൾ എന്താ? ഒരു സബ്സ്റ്റൻസിനകത്ത്, ഒരു പദാർത്ഥത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ആറ്റം ഉണ്ട്, മോളിക്യൂളും ഉണ്ട് ആണല്ലോ. ഈ ആറ്റവും മോളിക്യൂളും വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകുന്നു? ഹീറ്റ് എനർജി ഉണ്ടാകുന്നു ആണോ? ആ ഹീറ്റ് എനർജിയെ ബാധിക്കുന്ന ഒരു ഘടകം ഏതാന്ന് ചോദിക്കാം. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ആ ഹീറ്റ് എനർജിയെ ബാധിക്കുന്ന ഒരു ഘടകം ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഏതാ മക്കളെ? ഫാസ്റ്റർ ദേ മൂവ്. ആ ആറ്റവും മോളിക്യൂളും കൂടുതൽ സ്ട്രോങ് സ്പീഡിൽ സഞ്ചരിച്ചാൽ അവിടുത്തെ എന്ത് കൂടുമെന്നാ പറഞ്ഞേ? ഹീറ്റ് എനർജി. മോനെ എക്സാമ്പിൾ ബോയിലിംഗ് പോട്ട് ഓഫ് വാട്ടർ ഞാൻ പറഞ്ഞേ. അടുത്തയാണ് കെമിക്കൽ എനർജി. പച്ച മലയാളത്തിൽ പറഞ്ഞ രാസോർജം എന്ന് പറയും. എന്താ പറയുന്നത്? രാസോർജം. മോനെ ഇത്രയും പഠിച്ചാൽ മതി. ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായി പുറന്തള്ളുന്ന എനർജിയെ പറയുന്ന പേരാണ് എന്താ? കെമിക്കൽ എനർജി. മോനെ ഏതാ? കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനം പച്ച മലയാളത്തിൽ പറയും. ആ രാസപ്രവർത്തനം നടക്കുന്നതിന്റെ ഫലമായി വെളിയിൽ തള്ളപ്പെടുന്ന ആ ഊർജത്തെ നമുക്ക് പറയാൻ സാധിക്കും കെമിക്കൽ എനർജി. നോക്കിയേ, എനർജി സ്റ്റോർഡ് ദ ബോൺസ് ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്. വിട്ടേക്കാ, ഇറ്റ് ഈസ് റിലീസ്ഡ്, പുറന്തള്ളുന്നു. ഈ ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനം നടക്കുന്നതിന്റെ ഫലമായി റിലീസ്ഡ്, രാസപ്രവർത്തനം നടക്കുന്നതിന്റെ ഫലമായി റിലീസ് ചെയ്യുന്ന അത്തരം എനർജിയെ പറയുന്ന പേരെന്താ? കെമിക്കൽ എനർജി. ഉദാഹരണം പറയുന്നത് ഫുഡ് യു ഈറ്റ്, ഞാൻ ആഹാരം കഴിച്ചു, ആഹാരം എന്ത് ചെയ്തു? ദഹിച്ചു. അതൊരു രാസപ്രവർത്തനമോ? ആ രാസപ്രവർത്തന ഫലമായിട്ടാണ് അവിടെ എനർജി ഉണ്ടായി എന്റെ ശരീരം നടക്കാനൊക്കെ സാധിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ എനിക്ക് പറയാം ദ ഫുഡ് യു ഈറ്റ്, ഫുഡ് യു ഈറ്റ്. അടുത്ത പറഞ്ഞ ബാറ്ററീസ്. മോനെ എന്റെ മൊബൈൽ ചാർജ് ചെയ്യണം. ആ മൊബൈൽ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറണ്ടിൽ കുത്തിയിടണം. ആ ഇലക്ട്രിസിറ്റി അത് എന്താ ചെയ്യുന്നത്? ആ ബാറ്ററിക്ക് അത് സ്റ്റോർ ചെയ്യുക ആണല്ലോ. അപ്പൊ അതും ഏതാന്ന് പറഞ്ഞാൽ ഏതാ? കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയാം. അപ്പൊ ഇപ്പൊ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. പലതരം എനർജി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് ഏതാ? കൈനറ്റിക് എനർജി, എന്ത് മുഖേന? ചലനം. അടുത്ത ഏതാ? പൊട്ടൻഷ്യൽ. മോനെ ഇതിനേക്കാൾ ഇമ്പോർട്ടൻസിന്റെ എക്സാമ്പിൾ പഠിക്കുന്നതിലാണ്. രണ്ടാമത് പൊട്ടൻഷ്യൽ എനർജി, മൂന്നാമത് മെക്കാനിക്കൽ, നാലാമത് തെർമൽ എനർജി. തെർമൽ എനർജി എന്ന് വെച്ചാൽ എന്താ? ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിനകത്ത് ആറ്റമുണ്ട്, മോളിക്യൂൾ ഉണ്ട്. ആ ആറ്റവും മോളിക്യൂൾസും വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന എനർജിയാണ് ഏതാ? ഹീറ്റ് എനർജി. അടുത്ത പറഞ്ഞ ഏതാ? കെമിക്കൽ എനർജി. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഒരു രാസപ്രവർത്തനം നടക്കുന്നു, കെമിക്കൽ റിയാക്ഷൻ, അതിന്റെ ഫലമായി പുറന്തള്ളുന്ന എനർജിയെ പറയുന്ന പേരെന്താന്ന് ചോദിച്ചാൽ കെമിക്കൽ എനർജി എന്ന് പറയും. ഓക്കെ ആണോ? ശരി, ഇനി അടുത്ത 2 കൂടെ നമുക്ക് പഠിച്ചാൽ മതി. ഇലക്ട്രിക്കൽ എനർജി. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എനർജി അറിയായിരിക്കും മക്കളെ. ഞാൻ അതിനേക്കാൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം. മഹേഷ് സാറിന്റെ കൈ ഒരു അലൂമിനിയം കണ്ടക്ടർ ഉണ്ട്, ഒരു അലൂമിനിയം, അല്ലെ ഒരു ചെമ്പ് കമ്പി, അല്ലെ ഒരു വെള്ളിയുണ്ട്. മോനെ സ്വാഭാവികമായിട്ട് അതിനകത്ത് നമ്മൾ ചെറിയ ക്ലാസ്സുകൂടെ പഠിക്കുന്നത്. അതിനകത്ത് എന്തുകൊണ്ട്? ഇലക്ട്രോൺസ്. പറ, ഇലക്ട്രോൺ ആണല്ലോ. ഈ ഇലക്ട്രോൺസ് ചലിച്ചാൽ മോനെ ഇതിനകത്ത് എന്തുകൊണ്ട്? ഇലക്ട്രോൺസ്. ഒരു ചെമ്പ് കമ്പി എടുത്താട്ടെ, അലൂമിനിയം കമ്പി എടുത്താട്ടെ, ഒരു ഗോൾഡ് എടുത്താട്ടെ, അതിനകത്ത് എല്ലാം എന്തുണ്ടെന്നാ പറഞ്ഞേ? ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസ് ചലിച്ചു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരെന്താ? ഇലക്ട്രിക്കൽ എനർജി. ഞാൻ പറഞ്ഞ മനസ്സിലായാലോ? ഒന്നും കൂടെ, ദ എനർജി കോസ്ഡ് ദ മൂവ്മെന്റ്. മോനെ മൂവ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ചലനം. മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ. ആരുടെ ചലനം മൂലം? ഇലക്ട്രോൺ. എടാ നോക്കിയടാ, ഇത് അലൂമിനിയം കമ്പിയാ, അതിനകത്ത് എന്തുണ്ട്? ഇലക്ട്രോണ്. ആ ഇലക്ട്രോൺ ചലിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായെന്ന അർത്ഥം? അവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായെന്ന അർത്ഥം. അതാ പറഞ്ഞേക്കുന്നത് ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ത്രൂ ദ കണ്ടക്ടർ. മോനെ അലൂമിനിയം ഒരു കണ്ടക്ടർ അല്ലയോടാ, ചെമ്പ് കമ്പി ഒരു കണ്ടക്ടർ അല്ലയോടാ, കോപ്പർ ഒരു കണ്ടക്ടർ അല്ലയോടാ, അതിനകത്ത് എല്ലാം എന്തുകൊണ്ട്? ഇലക്ട്രോൺ. ആ ചുമ്മാ ഇരുന്നാ കറണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയാൻ പറ്റത്തില്ല. അത് എന്ത് ചെയ്യണം? ചലിക്കണം. ദ കണ്ടക്ടർ സിൻസ് ഓർ മോസ്റ്റ് വെസൽ ഫോം ഓഫ് എനർജി. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി ഇതാ, സ്വാഭാവികം. ഇപ്പൊ ഈ ഡിസ്പ്ലേ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിക്കൽ എനർജി. എന്റെ മൈക്ക് വർക്ക് ചെയ്യണം വേണം? ഇലക്ട്രിക്കൽ എനർജി. ഈ ലൈറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിക്കൽ എനർജി. AC വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിക്കൽ എനർജി. ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്നാ പറഞ്ഞേ? ഇലക്ട്രിക്കൽ എനർജി. എന്താ ഇലക്ട്രിക്കൽ എനർജി? ഫ്ലോ ഓഫ് ഇലക്ട്രോൺ. എന്ത് ഫ്ലോ ഉണ്ടാകണം? ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ടാകണം ആണോ? അത്തരം എനർജിയെ പറയുന്ന പേര് ഇലക്ട്രിക്കൽ. ലൈറ്റ്നിങ് ആണോ? ഓർ പവർ ചാർജ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ മൊബൈൽ ചാർജ് ഇല്ല, ആ മൊബൈൽ ചാർജ് ചെയ്യുന്നു, അവിടെ ഒരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഇല്ലേ മോനെ പറഞ്ഞേ? അതിന്റെ കാര്യമാണ് ഇലക്ട്രിക്കൽ എനർജി. അടുത്ത
ലൈറ്റ് എനർജി. ഞാൻ പറയുന്നത് അറിയാം, സ്വാഭാവികമായിട്ട് ഈ ക്ലാസ് ഇപ്പൊ നടക്കണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? ഒരു ലൈറ്റ് എനർജി വേണം. അതാ വി ക്യാൻ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇവിടെ പ്രധാനപ്പെട്ട 2 ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മോനെ നമുക്കറിയാം സൂര്യൻ എനർജിയുടെ മെയിൻ സോഴ്സ് ആരാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഏതാ? സൂര്യനാ. സൂര്യനിൽ നിന്ന് ലൈറ്റ് എങ്ങനെ വരുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. പഠിച്ചോണം. ചോദ്യം, എനർജിയുടെ മെയിൻ സോഴ്സ് ആരാ? സൂര്യൻ. സൂര്യനിൽ നിന്ന് എനർജി എങ്ങനെ വരുന്നതാ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അതിന്റെ കൂട്ട് ലൈറ്റ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് എ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. പഠിച്ചോണം. ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഏതിന് എക്സാമ്പിളാ? ഇറ്റ് ഇസ് എ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു തരുമ്പോൾ അതിന്റെ ആൻസർ ലൈറ്റ് ആണെന്ന് മനസ്സിൽ വേണം. ആണോ? ആൻഡ് ദിസ് ഈസ് ഓൺലി ഫോം ഓഫ് എനർജി വി ക്യാൻ ആക്ച്വലി സീ. എടാ, ഇത്രയും നമ്മൾ കൈനറ്റിക് എനർജി കാണാൻ പറ്റുമോ? പൊട്ടൻഷ്യൽ എനർജി കാണാൻ പറ്റുമോ? കെമിക്കൽ എനർജി കാണാൻ പറ്റുമോ? മെക്കാനിക്കൽ എനർജി കാണാൻ പറ്റുമോ? പക്ഷെ ലൈറ്റ് എനർജി മാത്രമാണ് നമുക്ക് അത്യാവശ്യം കാണാൻ സാധ്യമായ എനർജി രൂപം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കേന്നോ? ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പൊ ലൈറ്റ് എനർജി എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എക്സാമ്പിൾ ആണ്. അത് എങ്ങനെയുള്ളതാ? കാണാൻ പറ്റുന്നതാണ്. ഇറ്റ് ട്രാവൽസ് ഇൻ വേവ്സ്. മോനെ, അത് ഏതിന്റെ രൂപത്തിലാണ് സഞ്ചരിക്കുന്ന? വേവ്സ് ആണോ? പിന്നെ നമ്മൾ പഠിക്കും ലോഞ്ചിറ്റ്യൂണൽ വേവ്, ട്രാൻസ്വേഴ്സ് വേവ് ആണല്ലോ. അതിപ്പോ ഞാൻ നിലവിൽ പറയുന്നത് മുന്നോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ പറയും. ഇപ്പൊ ഇതെല്ലാം അടിസ്ഥാനപരമായി നിങ്ങൾ ചിന്തിക്കണം. പവർ ജനറേഷൻ ആണ് നമ്മുടെ ടോപ്പിക്ക്. പവർ ജനറേഷന് മുമ്പ് എനർജി എന്താണെന്ന് അറിയണം, പലതരം എനർജി എന്താണെന്ന് അറിയണം. ഈ എനർജിയാണ് മറ്റൊരു നമ്മൾ അപ്ലൈ ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ എന്നോ? ശരി. അപ്പൊ അടുത്ത പറഞ്ഞേ ലൈറ്റ് എനർജി. ഓക്കെ എന്നോ? എക്സാമ്പിൾ സൺഷൈൻ, എക്സ്റേ. ലൈറ്റ് എനർജിക്ക് എക്സാമ്പിൾ ഏതാ? സൂര്യപ്രകാശം ആണോ? അതൊരു തരം ലൈറ്റ് എനർജിക്ക് എക്സാമ്പിളാ. അടുത്ത ഏതാ? എക്സ്റേ. എക്സ്റേ നമ്മൾ കാണാൻ എക്സ്റേ ഉപയോഗിക്കത്തില്ലയോ? അത് ഏതിന് എക്സാമ്പിളാ? ലൈറ്റ് എനർജി. ആൻഡ് റേഡിയോ വേവ്സ്. അടുത്ത ഏതാ? റേഡിയോ വേവ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മക്കളെ? ശരി. അവസാനത്തെ 2 കൂടെ പറഞ്ഞ് ഈ ഒരു ഭാഗം തീരാറായി. മക്കളെ ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത ന്യൂക്ലിയർ എനർജി. അടുത്ത നമ്മൾ ഏതാ പറയാൻ പോകുന്നത്? ന്യൂക്ലിയർ എനർജി. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം. മോനെ, ആദ്യം ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ എന്നോ? ഒരു ആറ്റം എടുക്കുന്ന ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഞാനൊരു ചുമ്മാ ഒരു ന്യൂക്ലിയസ് എടുത്തെന്ന് വിചാരിക്കുക. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ വേണ്ട. മഹേഷ് സാറിന്റെ വീട്ടിൽ മഹേഷ് സാറിന്റെ അച്ഛൻ ഒരു ചെറിയൊരു ലഡു വാങ്ങിച്ചുകൊണ്ട് വന്നു ആണല്ലോ. മഹേഷ് സാറിന്റെ വീട്ടിൽ 4 പേരുണ്ടെന്ന് വിചാരിക്കുക. 4 പേര് ഒരു ലഡു ആണല്ലോ. അപ്പൊ 4 പേർക്കും വീതിച്ചു കൊടുക്കണം. മഹേഷ് സാറിന്റെ അച്ഛൻ ഒരു അടി അടിക്കുമ്പോഴത്തേന് അത് ചെറിയ ചെറിയ പീസായിട്ട് മാറത്തില്ലേ മോനെ? അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലയോ? അപ്പൊ ശ്രദ്ധിക്കണം. ലാർജ് മാസ് ഉള്ള ന്യൂക്ലിയസ്, വലിയൊരു ന്യൂക്ലിയസ്, അതിലോട്ടൊരു ന്യൂട്രോൺ വന്നടിക്കുക. എന്താ വന്നിരിക്കുന്നത്? ന്യൂട്രോൺ. ഒന്നും കൂടെ ഞാൻ പറയാം, ഇത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഈ പഴത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കുക. മോനെ, ലാർജ് മാസ് ഉള്ള ന്യൂക്ലിയസിലോട്ട് ആര് വന്നടിക്കുന്നു? ന്യൂട്രോൺ. ആ ന്യൂട്രോൺ വന്നടിക്കുമ്പോഴാണ് ചെറിയ ചെറിയ മാസുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറത്തില്ലയോ? ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറത്തില്ലയോ? ഈ പ്രതിഭാസത്തെ പറയുന്ന പേര് ന്യൂക്ലിയർ ഫിഷൻ. പറമോനെ, ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയും. ഇങ്ങനെ നടക്കുന്നതിന്റെ ഫലമായിട്ട് ധാരാളം എനർജി ഉണ്ടാകും. ധാരാളം എന്തുണ്ടാകും? എനർജി. ഇത്രയും മനസ്സിലായി? ധാരാളം എന്തുണ്ടാകും? എനർജി. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, ഇതങ്ങ് മായ്ച്ചു. അതിനെ ന്യൂക്ലിയർ ഫിഷൻ എന്നാണ്. ലാർജ് മാസുള്ള ന്യൂക്ലിയസിൽ ഒരു ന്യൂട്രോൺ വന്നടിക്കുമ്പോൾ ചെറിയ ചെറിയ മാസുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറിയാൽ ആ പ്രതിഭാസം ഏതാ? ന്യൂക്ലിയർ ഫിഷൻ. ഞാനൊരു കാര്യം ചെയ്തു, ഇതിപ്പോ ചെറിയ ചെറിയ മാസുള്ള ന്യൂക്ലിയസ് ആണല്ലോ. ഇതെല്ലാം കൂടെ കൂടി ചേർന്ന് വലിയ മാസുള്ള ഒരു ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. പറമോനെ, ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇങ്ങനെ നടന്നാലും ധാരാളം എനർജി ഉണ്ടാകും ആണല്ലോ. അപ്പൊ ഒന്നും കൂടെ പറയാം. എത്ര പ്രതിഭാസം ഞാൻ പറഞ്ഞു? 2. ഒന്ന് ഏതാ? ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ചാൽ എന്തോ? ലാർജ് മാസുള്ള ന്യൂക്ലിയസിൽ ഒരു ന്യൂട്രോൺ വന്നടിക്കുമ്പോൾ ചെറിയ ചെറിയ മാസുള്ള ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഈ പ്രതിഭാസമാണ് ഏതാ? ന്യൂക്ലിയർ ഫിഷൻ. അതെ, ചെറിയ ചെറിയ മാസുള്ളതെല്ലാം കൂടിച്ചേർന്ന് വലിയ ഒരെണ്ണമായാൽ അതേതാ? ന്യൂക്ലിയർ ഫ്യൂഷൻ. എടാ, ന്യൂക്ലിയർ ഫിഷൻ നടന്നാലും ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നാലും എന്താ ഉണ്ടാകുന്നത്? ധാരാളം എനർജി. ഇത്രയും മനസ്സിലായ മോനെ? അപ്പൊ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ ഈ ബേസാ പറയുന്നത് ഏകദേശം പറയുന്നു. ന്യൂക്ലിയർ എനർജി. എനർജി സ്റ്റോർഡ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആറ്റം. ഞാൻ പറഞ്ഞ ഒരു ആറ്റം ഉണ്ട്. ആറ്റത്തിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് എന്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്? എനർജി. മോനെ, അതല്ലേ ഞാൻ പറഞ്ഞു. ആ എനർജി അല്ലേ നമ്മൾ വെളിയിട്ടത് ആണോ? ദ എനർജി സ്റ്റോർഡ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആറ്റം. ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് ധാരാളം എനർജി ഉണ്ട്. The glue that hold the nuclear together, this energy released. ആ എനർജി എന്ത് ചെയ്യുന്നു? പുറന്തള്ളുന്നു. അത് ഏതൊക്കെ പ്രതിഭാസത്തിലൂടെയാ? ഞാൻ പറഞ്ഞു ഏതാ? ന്യൂക്ലിയർ ഫിഷൻ മുഖേനയോ ന്യൂക്ലിയർ ഫ്യൂഷൻ മുഖേനയോ അതിനകത്തുള്ള എനർജിയെ പുറന്തള്ളുന്നു ആണോ?
ആ എനർജിയെ പറയുന്ന പേരെന്താ? ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ആർ കമ്പൈൻഡ് ഫ്യൂഷൻ ഓർ ഫിഷൻ. മോനെ ഫ്യൂഷൻ ഓർ ഫിഷൻ, എടാ നിങ്ങൾ അതൊന്നും ചിന്തിക്കട്ടെ, എന്നെ നോക്കിയേ മക്കളെ. ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോൾ രണ്ട് പ്രതിഭാസം വഴിയാണ് ആറ്റത്തിൽ നിന്ന് അല്ലെ ആറ്റത്തിലെ ന്യൂക്ലിയസിൽ മോനെ ഏതാ ദ എനർജി സ്റ്റോർ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റം ഉണ്ട്, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്ത് ധാരാളം എനർജി ഉണ്ട്. ആ എനർജിയെ വെളിയിലെടുക്കണമെങ്കിൽ രണ്ട് പ്രതിഭാസമാണുള്ളത്. ഒന്ന് ന്യൂക്ലിയർ ഫിഷനും അടുത്ത ഏതാ ന്യൂക്ലിയർ ഫ്യൂഷനും ആണല്ലോ. അതിൽ നിന്നുണ്ടാകുന്ന എനർജിയെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ശരി, അടുത്ത പറയുന്നത് സൗണ്ട് എനർജി. മോനെ അടുത്ത നമ്മൾ പറയുന്നത് ഏതാ? സൗണ്ട്. ഇതോടുകൂടി ആ എനർജിയുടെ കോൺസെപ്റ്റ് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. മോനെ സൗണ്ട് എനർജി. ഇപ്പൊ മകേഷ് സാർ സംസാരിക്കുന്നു, ഞാനൊരു കാര്യം ചെയ്തു, ദാ കൈ കൊട്ടി. ആ കൈ കൊട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. എങ്ങനെയാണ് സൗണ്ട് കേട്ടത്? രണ്ട് വസ്തുക്കൾ തമ്മിൽ അടിച്ചു, അപ്പൊ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടായി. ആ വൈബ്രേഷന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് സൗണ്ട് കേട്ടത്, അല്ലയോ? അപ്പൊ സൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും ദ വൈബ്രേഷൻ ഓഫ് ആൻ ഒബ്ജെക്ട്, the movement of energy through substance longitudinal wave, it is produced when a force called the object or substance vibrate. മോനെ ഈ ഒരു ഭാഗം നോക്കിയേ. the object എന്ന് വെച്ചാൽ എന്താ? വസ്തു. substance എന്താ? വസ്തു. to vibrate, ഒരു വസ്തു വൈബ്രേറ്റ് ചെയ്യുക, കമ്പനം ചെയ്യുക, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന എനർജിയെ നമ്മൾ പറയുന്ന പേരെന്താ? സൗണ്ട്. ഞാനൊരു ഭിത്തിയിൽ പോയി ഒരു അടി അടിച്ചു, സൗണ്ട് കേൾക്കുന്നു. എങ്ങനാ? ആ ഭിത്തി എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തു. രണ്ട് പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി, അപ്പോൾ അത് വൈബ്രേറ്റ് ചെയ്തപ്പോഴാണ് എന്ത് കേട്ടത്? സൗണ്ട്. അപ്പൊ സൗണ്ട് എനർജി എന്ന് വെച്ചാൽ എന്താ? ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അതിനെ വൈബ്രേറ്റ് ചെയ്യാൻ അനുവദിച്ചാൽ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സൗണ്ട് കേൾക്കുന്നത് എന്നാ പറഞ്ഞേ. ഉദാഹരണം പറയും, ഗിറ്റാർ. മോനെ നമുക്കറിയാം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ചെണ്ട ഞാൻ അടിച്ചു, സൗണ്ട് കേട്ടോ? എങ്ങനെ സൗണ്ട് കേട്ടത്? ആ ചെണ്ട എന്ത് ചെയ്തു? വൈബ്രേറ്റ് ചെയ്തു. ചെണ്ട വൈബ്രേറ്റ് ചെയ്തപ്പോഴാണ് ഏത് എനർജി ഉണ്ടായത്? സൗണ്ട് എനർജി. ഗിറ്റാർ നമുക്കറിയാം, ഗിറ്റാർ വായിക്കുമ്പോൾ ആ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യും. ആ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പലതരം എനർജിയെ കുറിച്ച് പറഞ്ഞു. ഒന്നും കൂടെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം നമ്മൾ പറഞ്ഞത് എനർജി. എനർജി എന്ന് വെച്ചാൽ എന്താ? എനർജി ഇസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ജോലി ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരെന്താ? എനർജി. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അടുത്ത ചോദിക്കാം, എനർജിയുടെ യൂണിറ്റ് ഏതാ? ജോൾ എന്ന് പറയും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാന്ന് ചോദിക്കും. ഏതാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്താ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed, it can be transformed from one form to another. ഊർജ്ജത്തെ നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. നശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപം. താണ്ടെ ഇവിടെ എന്താ? ലൈറ്റാ ഉണ്ടായേ. ഏത് എനർജിയാ കൊടുത്തേ? ഇലക്ട്രിക്കൽ. അത് എന്തായിട്ടാ മാറ്റിയേ? ലൈറ്റ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു എനർജി പറഞ്ഞു, എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ലോ പറഞ്ഞു. എടാ പലതരം എനർജി ഉണ്ടെന്ന് പറഞ്ഞു. ആണോ? ആദ്യം കൈനറ്റിക് എനർജി. മോനെ ക്ലാസ്സിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് എന്റെ കൂടെ പറ, എന്താ കൈനറ്റിക് എനർജി? ഒരു വസ്തുവിന്റെ ചലനം മൂലം കിട്ടുന്ന എനർജി ഏതാ? കൈനറ്റിക്. ഓടുന്ന വണ്ടി കൈനറ്റിക്, ഓടുന്ന തീവണ്ടി കൈനറ്റിക്, താഴോട്ട് വീഴുന്ന തേങ്ങ കൈനറ്റിക് എനർജി, താപ്പോട്ടൊഴുകുന്ന വെള്ളം കൈനറ്റിക് എനർജി ആണല്ലോ. മോഷൻ എന്നൊരു വാക്ക് കേട്ടാ നിങ്ങൾ പറയുന്നത് കൈനറ്റിക് എനർജി. ഒരു ചോദ്യം ഉറപ്പാ ആണല്ലോ. ശരി, അടുത്ത പൊട്ടൻഷ്യൽ എനർജി. മോനെ എന്താ പൊട്ടൻഷ്യൽ എനർജി? ഒരു വസ്തുവിന്റെ സ്ഥാനം മുഖേന കിട്ടുന്ന എനർജി. ഇപ്പൊ മഹേഷ് സാർ ഇവിടെ നിന്നു, എനിക്ക് ഏത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. ഒരു നിർത്തിയിട്ട വണ്ടി പൊട്ടൻഷ്യൽ എനർജി. ഡാമിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പൊട്ടൻഷ്യൽ എനർജി. എടാ പൊസിഷൻ വാക്കുണ്ട്, അത് ഏതാ? പൊട്ടൻഷ്യൽ. സ്ഥിതി കുറച്ചെന്ന് പറയും. അടുത്താണ് മെക്കാനിക്കൽ. എന്താ മെക്കാനിക്കൽ? മലയാളത്തിൽ പറഞ്ഞ യാന്ത്രികോർജ്ജം. മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഒരു സമ്മ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ ആണോ? ശരി, അതിനുശേഷം പറഞ്ഞ തെർമൽ എനർജി. നമ്മുടെ ആറ്റം നമ്മൾ പറഞ്ഞു കംസ് ഫ്രം ദ മൈക്രോ വൈബ്രേഷൻ ഓഫ് ആറ്റം ആൻഡ് മോളിക്യൂൾ സബ്സ്റ്റൻസ്. ഏതൊരു പദാർത്ഥം എടുത്താലും ആ പദാർത്ഥത്തിനകത്ത് ആറ്റമുണ്ട്, മോളിക്യൂളുണ്ട്. ആ ആറ്റത്തിന് മോളിക്യൂളും ഉണ്ടാകുന്ന ചലനം മൂലം ഉണ്ടാകുന്ന അല്ലെ അതിന്റെ ഫലമായിട്ട് ലിബറേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താ? ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം ഏതാ? അതിന്റെ ചലന സ്പീഡ് അല്ലെങ്കിൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി കൂടുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഏതാ? കെമിക്കൽ എനർജി. കെമിക്കൽ റിയാക്ഷന്റെ അല്ലെ രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന എനർജിയാണ് എന്താ? കെമിക്കൽ എനർജി എന്ന് പറയുന്നത്. നമ്മൾ ആഹാരം കഴിക്കുന്നു ആണോ? അത് എന്ത് ചെയ്യുന്നു? ഒരു കെമിക്കൽ രാസപ്രവർത്തനം നടത്തിയതിന്റെ ഫലമായിട്ടില്ല എനർജി ഉണ്ടാവുന്നേ. ശരി, അതിനുശേഷം അവസാനം നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കൽ എനർജി പറഞ്ഞു. പിന്നെ ഏതാ? റേഡിയന്റ് എനർജി പറഞ്ഞു. ഓക്കെ എന്നോ? അപ്പൊ ഇന്ന് പറഞ്ഞേക്കുന്നത് എനർജി, പലതരം എനർജി, എനർജിയുടെ യൂണിറ്റ്, ഒരു റേഡിയന്റ് എനർജി, ന്യൂക്ലിയർ എനർജി, സൗണ്ട് എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു വ്യക്തമാക്കി. ഇനി ഇതിന്റെ ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. താങ്ക് യു.